കാനഡയിലേക്ക് പോയവൻ, യു എസിലേക്ക് പോയവൻ, UK പോയവൻ, യൂറോപ്പിലേക്ക് പോയവൻ, ന്യൂസിലൻഡിലേക്ക് പോയവൻ, ഓസ്ട്രേലിയയിലേക്ക് പോയവൻ എന്തുകൊണ്ട് തിരിച്ചു വരുന്നില്ല? താങ്കൾക്കെതിരെയുള്ള ഒരു ക്രിറ്റിസിസം അത് തന്നെയാണ്. താങ്കൾ ഒരു ഭയങ്കര മലയാളി വിരുദ്ധനാണ്. നേരത്തെ പറഞ്ഞാൽ ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യം പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണ്. മലയാളി കൾച്ചർ മോശമാണെന്നാണ്, നമ്മുടെ ട്രഡീഷൻസ് ഒക്കെ മാറേണ്ടതാണെന്നാണ്. എന്താണ് താങ്കളുടെ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊന്നുമില്ല. പിന്നെ സന്തോഷ് ജോർജ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നതെന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ എൻ്റെ നിങ്ങളുടെയൊക്കെ മക്കൾ അവസരം കിട്ടിയാൽ ഈ പാശ്ചാത്യ നാട്ടിലേക്ക് പോകാൻ ഇപ്പോൾ വെമ്പൽ കൊള്ളുന്നതും ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒഴുകുന്നതും. അതിനകത്ത് ആ മറുപടി ഉണ്ടല്ലോ. സന്തോഷ് ജോർജ് പോയിട്ട് തിരിച്ചു വരുന്നെങ്കിലും ഉണ്ട് ഇങ്ങോട്ട്, ഇത്രയും രാജ്യത്ത് പോയിട്ട്. നിങ്ങളുടെയൊക്കെ മക്കൾ, ഈ വിമർശിക്കുന്നവരുടെയൊക്കെ മക്കൾ ഇങ്ങ് തിരിച്ചു വരുമോ പോയിട്ട്? അവരെ ആദ്യം പറഞ്ഞു കൊടുക്കൂ. ഇതൊക്കെ അവർക്കൊരു വിശ്വാസം കൊടുക്കൂ. വിമർശിക്കേണ്ടതില്ല, ഇവിടെ സ്വർഗം തന്നെയാണ് എങ്കിൽ അവരാരും പോവില്ലായിരുന്നല്ലോ. ആ പോയവർ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. അവരുടെ ജീവിതവും അവരുടെ മക്കളുടെ ജീവിതവും തുടർന്ന് ഇനി ഈ നാടിനെ തന്നെ വിസ്മരിച്ച് അവിടെ സെറ്റിലാകുകയാണ്. നല്ലൊരു ലൈഫ് സ്റ്റൈൽ അവിടെ ഉണ്ടെന്നുള്ളതാണോ റീസൺ? എല്ലാത്തരവും, അതായത് ലൈഫ് സ്റ്റൈലുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ആഘോഷങ്ങളുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അനുഭവിക്കും അവിടെ ചെല്ലുമ്പോൾ. പല ഇപ്പം അവിടെ നിന്ന് ഇവിടുന്ന് പൊട്ടലും ചീറ്റലും ഒക്കെ നമ്മൾ ഇടയ്ക്ക് വാർത്തയാകുന്നത് ഈ വാർത്ത എന്ന് പറയുന്ന അസ്വാഭാവികമായി സംഭവിക്കുമ്പോഴാണല്ലോ. ഈ അസ്വാഭാവികങ്ങൾ വളരെ കുറവായതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. അപ്പം വാർത്ത എന്ന് പറയുന്നത് അസാധാരണമായി ഒന്ന് സംഭവിക്കുമ്പോൾ മാത്രമാണ്, അതുകൊണ്ടാണ് അത് വാർത്തയാവുന്നത്. അപ്പോൾ അമേരിക്കയിൽ തോക്കെടുത്ത് വെടിവെക്കുന്നു, അവിടുത്തെ അതിന് കാരണമുണ്ട്. അത് ഇപ്പോൾ അമേരിക്കയുടെ എന്താണ് ഒത്തിരി തിന്മകളും അവരുടെ ആവശ്യത്തിന് വേണ്ടി അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ആ രാജ്യത്തെ ജനങ്ങളുടെ ആവശ്യം. അതിനവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു മറ്റേത് രാജ്യത്തെ ജനങ്ങളെക്കാൾ. അവിടുത്തെ ജനങ്ങളത് നോക്കുമ്പോൾ അത് തെറ്റാണോ? ഇന്ത്യൻ ഭരണാധികാരി ഇന്ത്യയിലെ ജനങ്ങളുടെ സുഖസൗകര്യങ്ങൾക്കും ഭാവിക്കും വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നൊരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇന്ത്യക്കാർക്കത് ഇഷ്ടമാണോ അതോ എതിർപ്പാണോ ഉണ്ടാവുക? ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് അവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി അവർ ചിലപ്പം ഇന്ത്യക്കെതിരെ നിൽക്കും, റഷ്യക്കെതിരെ നിൽക്കും, ഗൾഫ് നാടുകൾക്കെതിരെ നിൽക്കും. പക്ഷെ അവരുടെ ജനങ്ങൾക്കെതിരെ എല്ലാവരും നിൽക്കുന്നത്. ഇതെല്ലാ രാജ്യക്കാരും അത് നോക്കിയാൽ മതി. എന്തുകൊണ്ടായിരിക്കും മലയാളിക്ക് ഇത്രയും നെഗറ്റീവ്സ്? ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അത് പാടില്ല, ഇത് പാടില്ല, അങ്ങനെ ഒരുപാട് പാടില്ലായകൾ അതിന്റെ ഇടയിലാണ് നമ്മൾ. അതെ, എന്തുകൊണ്ടാണ് മലയാളി ഇത്രമാത്രം നിഷേധി അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്നത്? എന്തുകൊണ്ട്? അതെനിക്ക് തോന്നുന്നത് ഈ നമ്മൾ കഴിഞ്ഞ ഒരു 60-70 വർഷം ആദ്യകാലം മുതൽ നമ്മളെ വളർത്തിക്കൊണ്ട് വന്ന സമൂഹം നമ്മളെ വളർത്തി, വീട്ടിൽ വളർത്തുന്നല്ല, സമൂഹം വളർത്തിയത് മുഴുവൻ ഒന്ന് സംരംഭം നടത്തുന്നത് പാപമാണെന്നാണ് പഠിപ്പിച്ചത്. ഒരു 25 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് 40 കൊല്ലം അല്ലെങ്കിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരനാവണമെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ? മാത്രമല്ല നമ്മുടെ സമൂഹവും നമ്മളും ചിന്തിച്ചെന്താ, ബിസിനസ്സുകാരെന്ന് പറയുന്നത് മുഴുവൻ ഇന്നൊരു കള്ളക്കടത്തുകാരനെ കാണുന്ന പോലെയല്ലേ. ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ബിസിനസ് മക്കളൊക്കെ രക്ഷപ്പെട്ടു, ഒരുത്തം മാത്രം ബിസിനസ്സാ എന്ന് പറയുന്ന ശരി അതല്ലേ? എന്നാൽ നോക്കൂ, ബിസിനസ്സിലേക്ക് സംരംഭകർ വലിയ വിദ്യാഭ്യാസത്തിനൊന്നും പോകാതെ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ച ചില കമ്മ്യൂണിറ്റികളുണ്ട് കേരളത്തിൽ. അവർ സാമ്പത്തികമായിട്ട് വളരുകയും ഇന്ന് കേരളത്തെ വേണ്ടി വന്നാൽ വിലക്കെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു. ഇത് മാർവാടി കമ്മ്യൂണിറ്റി ഒന്ന് നോക്കൂ. ഗുജറാത്തിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും അവർക്ക് അങ്ങനെ ഒരു മുൻവിധി ഉണ്ടായിരുന്നില്ല. അതിൽ നമ്മളുടെ പൊളിറ്റിക്സൊക്കെ അതിനകത്തൊരു കാരണമായിട്ടുണ്ട്. നമ്മൾ ആ പൊളിറ്റിക്സിലാണല്ലോ വളർന്നു വരുന്നത്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പാർട്ടിയല്ല ഞാൻ പറയുന്നത്. ആ പാർട്ടിയാണ് മുന്നോട്ട് ആശയം വെച്ചതെങ്കിൽ അതിനെ ചുവടുപിടിച്ചായി മറ്റുള്ളവരെല്ലാവരും ചിന്തിക്കുന്നത്. എല്ലാ പാർട്ടികളും എല്ലാ സമൂഹവും അങ്ങനെയായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ പറഞ്ഞ സംരംഭകത്വം വളരുന്നതിൻ്റെ ഉപോൽപ്പന്നമാണ് അവരുടെ യാത്രകളാണെങ്കിലും അവരുടെ ആഘോഷങ്ങളാണെങ്കിലും ഒക്കെ. നമുക്ക് ആഘോഷം വീട്ടിൽ ഒന്നെങ്കിൽ ഒരാൾ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരാൾ മരിക്കണം, എങ്കിലേ നമുക്ക് ആഘോഷത്തിന് സ്കോപ്പുള്ളൂ വീട്ടിൽ, അല്ലേ? അല്ലാതെ വീട്ടിൽ എവിടെയാ ഒരു മരണാനന്തര 16 അടിയന്തരം അല്ലെങ്കിൽ ചാത്തം ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളോ വിവാഹമോ അല്ലാതെ വലിയ ആഘോഷം നമുക്കില്ല. ഫെസ്റ്റിവൽ പോലും നമ്മുടെ വീട്ടിലെ ആഘോഷമല്ലല്ലോ, അത് നാട്ടിലെ ആഘോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ആഘോഷിക്കുന്നത് തെറ്റ്, സംരംഭങ്ങൾ നടത്തുന്നത് തെറ്റ്, പണമുണ്ടാക്കുന്നത് പോലും തെറ്റ്. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ഏറ്റവും ആരാധ്യരായ വ്യക്തികൾ പലരും പുത്തൻ ഷർട്ടിട്ട് മേടിച്ചിട്ട് കീറിയിട്ടിടേണ്ടി വരുന്നത്. അതാലോചിച്ച് നോക്കൂ.
ഈ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ കയ്യടി മേടിക്കാൻ പുതിയ ഷർട്ട് ഇടുന്നതിനേക്കാൾ കീറിയ ഷർട്ട് ഇടുന്നത് നല്ലതെന്ന് ചിന്തിച്ചാൽ ലോകത്ത് വേറെ എവിടെയെങ്കിലും കാണുമോ സമൂഹം? കാണില്ല. അപ്പം ഇതെല്ലാം ചേർന്ന ഒരു സൈക്കോളജി നമ്മളുടെ സമൂഹത്തെ ഇത്തരം പല എന്താണ് പോസിറ്റീവായി ചെയ്യാമായിരുന്ന കാര്യങ്ങളിൽ നിന്ന് വിലക്കി. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതോടൊപ്പം കൂട്ടി വായിക്കാൻ ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് മലയാളിയുടെ ഈ എൻവയൺമെന്റലിസത്തെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് ഏതൊരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോഴും പശ്ചിമഘട്ടത്തെ പറ്റി ഒരു 10 കവിതകൾ ഇവിടെ ഇറങ്ങും. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണ്? താങ്കൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലെ ആൽപ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും ചേഞ്ചസും വന്നിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും ഇവിടെ അനുവദിക്കുകയോ, ഇവിടെ കവിതകളാണ്. ഏത് പ്രോജക്റ്റ് വരുന്നതിന് മുന്നേ 10 കവിതകളാണ് ഇവിടുത്തെ ഒരു മാൻഡേറ്ററി പ്രോസസ്സാണത്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവർ കിടക്കുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഇത് ഏറ്റവും കൂടുതൽ ഇത്തരം കവിതകളൊക്കെ എഴുതുന്ന സ്ഥലം വേറെ ലോകത്ത് എവിടെയാണ് ഉള്ളത്? ലാറ്റിൻ അമേരിക്ക അല്ലേ? അപ്പം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്താൽ മതി. എന്നാൽ ഏറ്റവും കൂടുതൽ വനം നശിക്കുന്നത് ബ്രസീലിലുമാണ്. ഇത് തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളൊരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണെങ്കിൽ ഫിലിം എടുക്കാത്തവരായിരിക്കില്ലേ അവിടെ ഏറ്റവും വർണ്ണശബളമായിട്ട് സംസാരിക്കുകയും വേഷം കെട്ടുകയും ചെയ്യുന്നവർ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ. സൂപ്പർ ഹിറ്റ് സിനിമകൾ എടുത്തവരൊക്കെ ഒതുങ്ങി അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോയിട്ട് പോകുന്നേ ഉണ്ടാവുള്ളൂ. തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സെയിം ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയും ഉണ്ട്. വെസ്റ്റിൽ ഒരു യൂറോപ്യൻ കൺട്രിയിലും കിട്ടുകയാണെങ്കിൽ നാച്ചുറലി നമ്മുടെ പ്രിഫറൻസ് യൂറോപ്യൻ കൺട്രി ആയിരിക്കും. അപ്പം അതിൻ്റെ അടുത്ത് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളതല്ല, പക്ഷേ യൂറോപ്പ് ഹാസ് മച്ച് മോർ തിങ്സ് ടു ഓഫർ. അതാണ് നമ്മുടെ റീസൺ. അതായത് നമ്മൾ കാര്യങ്ങളെ സിസ്റ്റമാറ്റിക്കായിട്ടും പ്രൊഫഷണലായിട്ട് സയൻറ്റിഫിക്കായിട്ടും ഒക്കെ അപ്രോച്ച് ചെയ്യുകയും നമുക്കെല്ലാം നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാവുകയും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറയാം. ഇപ്പോൾ വീട്ടിലെ കാര്യം എടുക്കുക. കേരളത്തിൽ അത് പുറത്ത് ചർച്ച ചെയ്യാൻ ആദ്യ ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമല്ല. ഇവിടെ 2 സ്ത്രീകളുടെ സാന്നിധ്യം എവിടെയുള്ളത്? വീട്ടിൽ ജോലി ചെയ്യുന്നത്, അല്ലെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന പദവി, നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം, നമുക്ക് കിട്ടുന്ന പരിഗണന, ഈ പറഞ്ഞ കാര്യങ്ങളിൽ കേരളത്തിലെ എത്ര ശതമാനം സ്ത്രീകൾ പൂർണ്ണ സംതൃപ്തരാണ്? ഇപ്പം പറയണ്ട. എന്നാൽ ഇതേ സ്ത്രീകൾ അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്താൽ ആ നിമിഷം മുതൽ വേറൊരു സ്ത്രീയാകുകയാണ്. ഞാനിത് കണ്ടിട്ടുള്ളതാണ്. അവിടെ ഭക്ഷണം വിളമ്പുന്നിടം പോലെ, പാചകം ചെയ്യുന്നിടം പോലെ ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും പാർട്ട്ണർഷിപ്പുമാണ്. ഭാര്യ പാചകം ചെയ്താൽ പാത്രം കഴുകുകയും ഭക്ഷണത്തിന് ശേഷം പാത്രം കഴുകി വയ്ക്കുകയും ചെയ്യുന്ന ഭർത്താവാണ്. എങ്ങനെയാണ് ഇവിടെ വരെ 35 വയസ്സ് വരെ 30 വയസ്സ് വരെ കേരളത്തിൽ ജീവിച്ച ഒരാൾ അമേരിക്കയിൽ ചെന്ന പിറ്റേ ആഴ്ച മുതൽ സിസ്റ്റം മാറുന്നത് എങ്ങനെയാണ്? അത് ആ സമൂഹം ഉണ്ടാക്കിയ മാറ്റമാണ്. ഇതൊക്കെ അനുഭവിച്ച ഒരു സ്ത്രീ തിരിച്ച് നാട്ടിൽ വന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇങ്ങനെ ഓരോ ആൾക്കും അവരവരുടെ നേട്ടങ്ങളെക്കുറിച്ച്, അവർക്കുണ്ടായ സംതൃപ്തിയെക്കുറിച്ച്, അവർക്കുണ്ടായ ജീവിതത്തിലെ മാറ്റത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവരവിടെ ജീവിക്കുന്നു. അതാണ് കാരണം. അല്ലാതെ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല. കേരളത്തിൽ തൊഴിലില്ലെങ്കിൽ ഇത്രയും ലക്ഷം ബീഹാറികളും ഉത്തരേന്ത്യക്കാരും എങ്ങനെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്? അവരും ദിവസം 1000 രൂപയെങ്കിലും ഉണ്ടാക്കുന്നില്ലേ? എന്ന് വെച്ചാൽ മാസം ഒരു 25,000 രൂപ വരുമാനം ഉണ്ടാകുന്നില്ലേ അവർക്കും? 25,000 രൂപ ഒരു വലിയ സ്കിൽഡ് അല്ലാത്ത, ഒരു വലിയ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഒരാൾക്ക് കൂലി കിട്ടുക എന്ന് പറയുന്നത് മോശമല്ല കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ. പല പ്രൈവറ്റ് കമ്പനികളിലും അത്രയും സാലറി കിട്ടുന്നില്ല പലർക്കും. അപ്പോൾ അത്രയും സാലറി കിട്ടാൻ 35 ലക്ഷം പേർക്ക് നമ്മൾ തൊഴിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ തൊഴിലില്ലാത്തത് കൊണ്ടോ തൊഴിലിന് അവസരം ഇല്ലാത്തത് കൊണ്ടോ അല്ലല്ലോ, പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ അവർ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ നമുക്ക് വലിയൊരു ബോട്ടപകടം ഉണ്ടായി. നമ്മളതിനെ പഴിക്കുന്നതോ അല്ലെങ്കിൽ നിയമം കർശനമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഒരു പ്രധാന കാര്യം എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിക്കണമെന്നുള്ളതാണ്. ഈ ലൈഫ് ജാക്കറ്റ് ധരിക്കുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ്, ഞാനതിനെതിരല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ലൈഫ് ജാക്കറ്റ് ധരിക്കേണ്ടത് തന്നെയാണ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം. പക്ഷേ ഒരു ബോട്ടിൽ കയറുമ്പോഴേ ലൈഫ് ജാക്കറ്റ് ധരിക്കുമ്പോൾ കിട്ടുന്നൊരു മെസ്സേജ് എന്താണ്? നിങ്ങൾ റിസ്കിലാണെന്നല്ലേ. ഒരു ഉല്ലാസയാത്രയ്ക്ക് കയറുന്ന ആൾക്ക് ആദ്യം കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ യൂറോപ്പിൽ ഇപ്പോൾ സീൻ നദിയുടെ, ഫ്രാൻസിലെ സീൻ നദിയിലൂടെ ബോട്ട് ക്രൂസുകൾ, നിങ്ങൾ വീഡിയോ ഒന്ന് എടുത്ത് നോക്കൂ. അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ ന്യൂയോർക്കിൽ നിന്ന് ബോട്ടിലാണ് എല്ലാവരും പോകുന്നത്. എത്ര പേര് ലൈഫ് ജാക്കറ്റ് ധരിക്കുന്നുണ്ട്? അവർ വിശ്വസിക്കുന്ന ലൈഫ് ജാക്കറ്റിനെ അല്ല, ആ ബോട്ടിനെയും അവിടുത്തെ സിസ്റ്റത്തെയും അതിൻ്റെ ടെക്നോളജി അവർ വിശ്വസിക്കുക. ഇത് മുങ്ങില്ല എന്ന് പറഞ്ഞാൽ മുങ്ങില്ല, അത് തന്നെ കാര്യം. അപ്പം നമ്മുടെ മെഷീനറിയെ നമ്മൾ എന്ന് ഓഡിറ്റ് ചെയ്യും? ഈ നാട്ടും പുറത്തെ തെങ്ങുംതോപ്പിലിട്ട് പണത് നാട്ടിലെ വെൽഡർ പണതുണ്ടാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടല്ലേ നിങ്ങൾ ലൈഫ് ജാക്കറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്? ഒരു ബ്രാൻഡഡ് ബോട്ട് നിങ്ങൾക്ക് കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? നിങ്ങൾ ഓടിക്കുന്ന കാറിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നത് ടൊയോട്ടയുടെയാണ് അല്ലെങ്കിൽ മഹീന്ദ്രയുടെയാണ് എന്നുള്ള ബ്രാൻഡിലും അവരുടെ ടെക്നോളജിയിലുള്ള വിശ്വാസമല്ലേ?
അല്ലെ നിങ്ങളുടെ നാട്ടും പുറത്തെ ഒരു വർക്ക്ഷോപ്പുകാരൻ ഒരു കാർ ഉണ്ടാക്കി നിങ്ങൾ തന്നാൽ നിങ്ങൾ ഈ പറഞ്ഞ ഹെൽമെറ്റ് അല്ല ഉരുക്ക് ചട്ടക്കൂടും ധരിച്ച് ചിലപ്പോൾ യാത്ര ചെയ്യേണ്ടി വരും. ഈ ചിന്തകളിൽ ഈ മാറ്റം വരണം. നമ്മൾ ഈ പറഞ്ഞു പോയ അവസാനം കൊണ്ടുപോയാണ് ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം നോക്കുന്നത്. ലൈഫ് ജാക്കറ്റ് ഇടാത്തതുകൊണ്ട് കുഴപ്പമായി എന്നാണ്. ഈ ബോട്ട് ഫിറ്റാണോ? ഈ ബോട്ട് പ്രൊഫഷണലി മെയ്ഡാണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു റോഡിൽ കൂടി ഒരു വാഹനം ബ്രാൻഡഡ് കമ്പനി ഇറക്കാനേ ഗവൺമെൻറ് സമ്മതിക്കും അല്ലേ? നിങ്ങളോ ഞാനോ ഒരു കാർ വെൽഡ് ചെയ്ത് ഇറക്കിയ ലൈസൻസ് കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ ഒരു ബോട്ട് വെള്ളത്തിൽ കൂടെ പോകുന്ന, അതിനേക്കാൾ അപകടകരമായ സ്ഥലത്തൂടെ പോകുന്ന ഒരു സാധനത്തിന് ഏതെങ്കിലും ബ്രാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വേണ്ടേ? അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റി ഉള്ള ഫാക്ടറിയിൽ നിന്ന് വേണ്ടേ ഇതുണ്ടാകാൻ? അങ്ങനെ എത്ര ഫാക്ടറി കേരളത്തിലുണ്ട്? എത്ര ബോട്ട് ബിൽഡേഴ്സ് കേരളത്തിലുണ്ട്? അപ്പോൾ ഇത്തരം അടിസ്ഥാനപരമായ വിഷയങ്ങളിലേക്കൊന്നും നമ്മുടെ ഗവൺമെൻറ് ചിന്തിക്കാൻ അത്രയും ചിന്താശേഷി പോലുള്ളവർ അവിടെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഇതൊക്കെയാണ് അവിടെ. നിങ്ങൾ ഉല്ലസിക്കാൻ വരുന്നവരെ ലൈഫ് ജാക്കറ്റ് കെട്ടിച്ച് മസിലും പിടിച്ച് അവൻ പിന്നെ എന്ത് ഉല്ലാസം? നിങ്ങൾ ഒരിക്കൽ ലൈഫ് ജാക്കറ്റ് കെട്ടി വെയിലത്ത് ഒരു മണിക്കൂറൊന്ന് ഇരിക്കാവോ? കേരളത്തിലെ സാഹചര്യത്തിൽ അത് വേണം. പക്ഷേ അതല്ല എല്ലായിടത്തും. എത്രയോ രാജ്യങ്ങളിലൂടെ ഞാൻ പോയതിൽ വികസിതമായ ഒരു നാട്ടിലും ഈ ക്രൂസുകൾക്ക് പോകുന്നത് അങ്ങനെയാണ്. ക്രൂസ് ഷിപ്പിൽ എല്ലാവരും ഇതും കെട്ടിക്കൊണ്ടല്ലേ ഇരിക്കേണ്ടത്? അല്ല. ഗൂഗിളിലൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കോളൂ. സീൻ നദി, ഫ്രാൻസിൽ പാരീസിലെ സീൻ നദി കൂടെയുള്ള ക്രൂസ് ഉണ്ട്. സ്വിറ്റ്സർലൻഡിൽ എത്രയോ തടാകങ്ങളിലൂടെയുള്ള ക്രൂസുകളുണ്ട്. ഇങ്ങനെ പലയിടത്തും. എന്നാൽ റഫ് സീയിൽ നമ്മൾ ഒരു സ്പീഡ് ബോട്ടിൽ ദീർഘദൂരമൊക്കെ പോകുന്ന റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ, അത് അഡ്വഞ്ചർ ടൂറുകളാണ്. ഈ അഡ്വഞ്ചർ ടൂറുകൾക്ക് നിർബന്ധമായിട്ട് ഇത് വേണം. അഡ്വഞ്ചർ അത് ആദ്യം തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ ടൂറിലാണ്, then you will have to have it. സാധാരണ ക്രൂസ് ബോട്ടുകളിൽ അതിൻ്റെ ആവശ്യമില്ല. ക്രൂസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇറ്റ് സെൽഫ് അത് സ്റ്റേബിൾ ആയിരിക്കണം. നമ്മുടെ ബോട്ടുകളൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ അരിയും പലചരക്കും സുഗന്ധവ്യഞ്ജനങ്ങളും സ്പൈസസും ഒക്കെ ചരക്ക് നീക്കത്തിന് ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളാണ് ഇന്ന് ടൂറിസത്തിൻ്റെ നമ്മുടെ പ്രധാന പ്രോഡക്റ്റ് അല്ലേ? ഹൗസ് ബോട്ടായി മാറിയത്. സെയിം ഹള്ള്. ആ ഹള്ളിൻ്റെ പ്രത്യേകത എന്താ? ഒരു വള്ളത്തിൻ്റെ ഹള്ളിൻ്റെ പ്രത്യേകത എന്താ? ഈ വള്ളത്തിൽ എവിടെയാണ് ലോഡ് വെക്കുന്നത്? ഹള്ളിൻ്റെ ഏറ്റവും അടിയിലാണ്, ബോട്ടത്തിലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിൻ്റെ അടിയിലേക്കുള്ള ഭാഗത്താണ് ലോഡ്. ഈ ഹള്ള് വെള്ളത്തിനടിയിലാണല്ലോ, അവിടെയാണ് ചരക്ക് നിറച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് താഴേക്ക് വലിച്ചു പിടിക്കും, ഇതൊരിക്കലും മറിയില്ല. എന്നാൽ ഇപ്പോഴത്തെ ഹൗസ് ബോട്ടുകളാക്കി കഴിഞ്ഞപ്പോഴോ ഈ ഹള്ളിൻ്റെ മുകളിൽ പലക അടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ അടി ഹള്ളെന്ന് പറയുന്നത് വാക്കുമാണ്, മുകളിലാണ് ലോഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒലയും. ഇത് കണ്ടുപിടിക്കാൻ ഇവിടുത്തെ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് അത്രയും പോലും ബോധമില്ലെങ്കിൽ ഇത് മറിഞ്ഞല്ലേ പറ്റൂ. ഒരു പൊതുവെ പറയുന്നത് ചന്ദ്രനിൽ പോയാലും മലയാളിയെ കാണാമെന്നുള്ളൊരു ചൊല്ലുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? താങ്കൾ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചു. അത് വാസ്തവം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പോൾ മലയാളി ചെല്ലാത്ത സ്ഥലങ്ങളില്ല. കാരണം നമ്മളിപ്പോൾ കാണുന്നത് കാനഡയിലേക്ക് പോയി, അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി, UK യിലേക്ക് പോയി എന്നായിരിക്കും. പക്ഷേ അവിടെ നിന്ന് ഇവർക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ UK യിലേക്ക് പോയ ഒരാൾ അവിടുത്തെ കമ്പനിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ നോർത്ത് പോളിലായിരിക്കും അവൻ്റെ പ്രവർത്തന മേഖല, അങ്ങോട്ട് അയക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ UK യിലേക്ക് പോയ ആൾ UK തന്നെ ജീവിക്കുകയല്ല. അവനൊരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അവനെ ദക്ഷിണ ധ്രുവത്തിൽ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവനെ വിടുക. അപ്പോൾ ആ കൂടെ ഒരു മലയാളി ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ മലയാളികൾ കണ്ടമാനം കേരളത്തിൽ നിന്ന് കയറിപ്പോകുന്നത് കൊണ്ട് കേരളത്തിന് നഷ്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർ ലോകത്തിലെ എല്ലാ പ്രവർത്തന മേഖലയിലും എത്തിച്ചേരുന്നുണ്ട്. നാസയിലുള്ള മലയാളികളുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട്. ഞാനിപ്പോൾ മിക്കവാറും സ്ഥലത്ത് ഇപ്പോൾ ഞാനൊരു അറിയിപ്പ് കൊടുത്തിട്ട് ചെന്നാൽ എനിക്ക് അറിയാം അവിടെ എല്ലാ മലയാളികൾ കണ്ടുമുട്ടാൻ എനിക്ക് പറ്റിയേനെ. ഈ ചൊല്ലിനൊരു 10-50 വർഷം പഴക്കം ഉണ്ടാവാം. മലയാളിയെ കാണുന്നുണ്ട്. അതെ. അതിപ്പോ മലയാളിയുടെ ഒരു സഞ്ചാര ത്വര അതാണോ കാണിക്കുന്നത്, അത് വേറെ എന്തെങ്കിലും ആണോ? അല്ല, അവസരം തേടിയുള്ള ഒരു യാത്ര. അന്നും എനിക്ക് തോന്നുന്ന കേരളത്തിൽ അത്ര അവസരങ്ങളില്ല എന്ന് മലയാളി ചിന്തിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. അതാണ് രസം. അവസരങ്ങൾ തേടിയാണല്ലോ ഈ യാത്ര. നമ്മൾ ഇതൊന്നും സഞ്ചാരിയായിരുന്നെങ്കിൽ ഞാൻ അമേരിക്കയിൽ ചെന്നിട്ട് എൻ്റെ ചില ബന്ധുക്കളെ വേൾഡ് ട്രേഡ് സെൻറ്റർ നിന്ന സ്ഥലം കൊണ്ടേ ഞാൻ കാണിക്കേണ്ടി വരില്ലായിരുന്നു. അവർ ആ വഴിക്ക് പിന്നെ പോയിട്ടില്ല. പണ്ടെന്തോ ആദ്യം ചെന്നപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്ററിന് മുകളിൽ കയറിയതാണ്. ഇത് തകർന്നു വീണതിന് ശേഷം ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടില്ലാത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ എക്സ്പ്ലോറേഷന് ഇപ്പോൾ പല സ്ഥലത്തും ഞാനാണ് വഴി കാണിച്ച് പലയിടത്തും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഫ്ലോറിഡയിൽ ചെല്ലുമ്പോഴൊക്കെ അവിടെയൊക്കെ മലയാളികളുണ്ട്. പക്ഷെ അവരൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അവർ ജോലി സ്ഥലം, വീട് ജോലി സ്ഥലം. പിന്നെ എങ്ങാനും സുഹൃത്തുക്കളൊക്കെ ചേർന്ന് വീക്കെൻഡിൽ എവിടെയെങ്കിലും ഒന്ന് ഒത്തുകൂടിയെങ്കിലായി. അതും ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലാണ്.
താങ്കൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ ചില ഒരു ആസ് എ സൊസൈറ്റി ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നി അങ്ങനെ പറയാൻ പറ്റുമോ? സിംഗിൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഒരു സിറ്റിയിലേക്ക് ചെന്നിറങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്ക് ചെന്നിറങ്ങുമ്പോൾ ഇപ്പം നിങ്ങളൊരു വീട്ടിലേക്ക് ചെല്ലുകയാണെന്നിരിക്കട്ടെ, ചില വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നമ്മൾ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ആ വീടിൻ്റെ ഇൻ ആൻഡ് ഔട്ട്സോ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമോ കുട്ടികൾ ഇവരുമായിട്ടുള്ള ബന്ധമോ ഇതൊന്നും നമ്മൾ അന്വേഷിക്കാനോ ചോദിക്കാനോ പോകുന്നില്ലെങ്കിലും ആ വീട്ടിൻ്റെ ലേ ഔട്ട്, അതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതി, അവർ തമ്മിൽ സംസാരിക്കുന്ന രീതി, അവിടെ ഭക്ഷണം എടുക്കുന്ന രീതി, വിളമ്പുന്ന രീതി, നമ്മളെ കഴിപ്പിക്കുന്ന ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിലൊരു വിലയിരുത്തലുണ്ടാവില്ലേ? കൊള്ളാം, അത് നന്നായിട്ട് പോകുന്നു, ഈ വിലയിരുത്തലേ എനിക്കുള്ളൂ ആദ്യത്തെ ഘട്ടത്തിൽ. പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിക്കുന്നത്, സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലാതെ ഞാൻ പിന്നെ പഠിക്കുകയാണ് എങ്ങനെ ഇങ്ങനെ ഉണ്ടായി. അപ്പോഴാണ് ഇവർ ഏതോ വർഷങ്ങളിൽ ആരംഭിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ പുതിയ ഭരണ പരിഷ്കാരങ്ങളോ കൊണ്ടാണ് ഇതിലേക്കൊക്കെ എത്തിയത് നമ്മൾ അറിയുന്നത്. ഇത് തന്നെയാണ്, അല്ലാതെ ഇപ്പം ഞാൻ അവിടെ എല്ലാം ശരിയാണെന്നൊന്നും അല്ല ഇതിൻ്റെ ഒന്നും അർത്ഥം. അങ്ങനെ ആകാനും പറ്റില്ലല്ലോ. എന്നാൽ മജോറിറ്റി ഇങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് അവിടെ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിറ്റി കാണുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു വീട് കാണുന്ന പറഞ്ഞ പോലെ തന്നെ ഒരു സിറ്റി കാണുമ്പോൾ അടുക്കും ചിട്ടയും ഉണ്ട് എന്നിരിക്കെ ഇപ്പോൾ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്ന ആളുകൾ 6 വരിയുള്ളൊരു പാതയാണെന്നിരിക്കട്ടെ, 3 വരി ഒരു വശത്തേക്കും 3 വരി മറ്റേ സൈഡിൽ കൂടെയും നിങ്ങൾ പോകുമ്പോൾ ഇതിൻ്റെ ഔട്ടർ ലൈനിൽ കൂടെ മാത്രമേ ട്രക്കുകളും ബസ്സുകളും ഓടുന്നുള്ളൂ എന്നിരിക്കട്ടെ, എന്ത് പ്രകോപനം ഉണ്ടായാലും അവരിങ്ങ് അകത്തേക്ക് കയറുന്നില്ല. ഓവർടേക്ക് ചെയ്യേണ്ടവൻ മാത്രമാണ് സെൻറ്ററിലെ ഈ ഏറ്റവും നടുക്കത്തെ ലൈനിൽ കൂടെ പോകുന്നത്. അവൻ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് മാറുന്നു. ഓവർടേക്ക് ചെയ്യേണ്ടവൻ മാത്രം അതിലേക്ക് കയറുന്നു. ഇങ്ങനെയാണ് ഒരു ഹൈവേ കൂടെ പോകുമ്പം നിങ്ങൾ ദിവസങ്ങളോളം യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ ആ സമൂഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നും? അത് കഴിഞ്ഞ് നമ്മളിവിടുന്ന് അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർ വരെ ഈ 3 വരിയോ 4 വരിയോ ഉള്ള പാതയിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരും ഡ്രൈവിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്കെന്ത് തോന്നും? ഇങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ അഭിപ്രായം പറഞ്ഞുകൂടെ? അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ കഴിഞ്ഞ ഏറ്റവും അവസാനം മൊറോക്കോയിൽ പോയി. ഞാൻ കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു വശത്തേക്ക് 3 വരിയുള്ള പാതയിൽ എങ്ങനെയാണ് വാഹനങ്ങൾ ഓടുന്നത്. ഒരു ട്രക്കും ആ ലൈൻ വിട്ട് ഇങ്ങോട്ട് കയറില്ല. അവന് പോയിട്ട് അത്യാവശ്യം കാണും, പക്ഷേ അവനറിയാം ഈ ട്രാക്കാണ് എൻ്റേത്. എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ട്രാഫിക് റൂൾസ് ഒക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ ഇത്ര മടി? എന്തുകൊണ്ടായിരിക്കും? ഒരു ട്രാഫിക് റൂൾ ഇമ്പോസ് ചെയ്താൽ അതിനോട് ഭീകരമായ റെസിസ്റ്റൻസ് ആണ്. അതെ, സ്വന്തം തല പ്രൊട്ടക്ട് ചെയ്യാൻ ഹെൽമെറ്റ് വെക്കാൻ പറഞ്ഞാൽ അതിനോട് റെസിസ്റ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഇത്രയ്ക്ക് വരുന്നത്? എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും നമ്മളുടെ വളർത്തലിൻ്റെയും സമൂഹം പൊതുവേ ഉള്ളത് എല്ലാത്തിനെയും എതിർക്കണം എന്നല്ലേ, പ്രൊട്ടസ്റ്റ് ചെയ്യണം, ഒന്നിനും നമ്മൾ വശപ്പെടരുത്, കീഴടങ്ങരുത് എന്നൊരു ചിന്ത നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു സ്വത്വബോധം അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പം നമുക്ക് ഏതിന് വഴങ്ങണമെന്നൂടെ അറിയണം. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ വഴങ്ങരുത്, എന്നാൽ പൊതു നിയമങ്ങളെയും പൊതുസമൂഹത്തിൻ്റെ കാര്യങ്ങളെയും നമ്മൾ വഴങ്ങണ്ടേ? അതേപോലെ താങ്കളുടെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് നമ്മുടെ ഫ്യൂച്ചർ CM, അങ്ങനെ ഭയങ്കര വലിയ വലിയ കമന്റ്സ് ഒക്കെ കാണാറുണ്ട്. എത്രമാത്രം മലയാളി സമൂഹം താങ്കളുടെ ഇങ്ങനെ ദേ ആർ ലുക്കിംഗ് അപ് ടു യു എന്നൊരു ഫീൽ, അതൊരു ഭാരമായിട്ട് തോന്നാറുണ്ടോ? അല്ല, ഈ ആളുകൾ ഇപ്പം നമ്മുടെ പൊതുസമൂഹം വളരെ വൈകാരികമായി കാര്യങ്ങളെ കാണുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ പൊതുസമൂഹം, എല്ലാ നാട്ടിലെയും പൊതുസമൂഹം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അവർ നല്ലൊരു ലീഡറാണ് എന്നവർ ധരിക്കുന്നതാണ്. അതിനർത്ഥം ഞാനൊരു മുഖ്യമന്ത്രിയായി മാറിയാൽ ഇന്ന് കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാന്ത്രിക വടി കൊണ്ട് ഞാൻ ചുരുങ്ങിയ കാലം കൊണ്ട് അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചിലപ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ടാവാം. അത് എത്ര കണ്ട് സാധ്യമാണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. കാരണം ഞാൻ സ്ഥാപനങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാളാണ്. കേരളം പോലൊരു സ്റ്റേറ്റ്, അതൊരു മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മുഴുവൻ മാറ്റങ്ങളും ഉണ്ടാകുന്നൊരു സ്ഥലമല്ല. കാരണം ഇവിടുത്തെ ഏറ്റവും താഴെ എന്ന് നമ്മൾ ഒരു സാധാരണക്കാരനെ ഏറ്റവും ആദ്യം ചെല്ലുന്ന ഒരു സർക്കാർ ഓഫീസ് മുതൽ മുകൾ വരെയുള്ള ഒരു ഭരണ സംവിധാനത്തെ മുഴുവൻ ഒരു പ്രത്യേക പാതയിലേക്ക് മാറ്റിയെടുക്കാൻ അത് വളരെ ഇച്ഛാശക്തിയുള്ളൊരു ഭരണാധികാരി വളരെ വിഷനോടുകൂടി ദീർഘകാലം പ്രയത്നിച്ചാൽ മാത്രം നടക്കുന്നൊരു കാര്യമാണ് കേരളത്തിൽ. അല്ലാതെ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ പോലും സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലെ കൂടുതൽ അറിയാനുള്ള അവസരം എനിക്ക് അടുത്ത കാലത്ത് കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതെ.
കേരളത്തിൻ്റെ പൊതുസമൂഹം തിന്മയ്ക്കെതിരാണ്, നന്മയ്ക്ക് അനുകൂലമാണ്. പക്ഷേ തിന്മ ഏത് നന്മ ഏതെന്ന് തിരിച്ചറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക്. കുറച്ച് പേർക്കെങ്കിലും എനിക്ക് തോന്നി കേരളത്തിന് പുറത്ത് ലോകം കാണാത്തതുകൊണ്ടാണോ കേരളം ആണ് നമ്പർ 1 അല്ലെങ്കിൽ മറ്റേ കിണറ്റിലെ തവളയായിട്ട് കിടക്കുന്നുണ്ടാണ്? ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു അഭിപ്രായം എന്നോട് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ ഇത്രയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മലയാളികൾ വിദേശത്തുണ്ടല്ലോ, അവരോട് ഈ അഭിപ്രായം നിങ്ങളൊരു സർവേ നടത്തൂ. നിങ്ങൾ ഇത്രയും നാൾ കേരളത്തിൽ ജീവിച്ചു, ഇപ്പോൾ വിദേശത്ത് ജീവിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് ഞാൻ പറയുന്നതൊക്കെ കുറേ കൂടെ ക്ലാരിറ്റിയുള്ള ഉത്തരവായിരിക്കും, ആധികാരികമായിരിക്കും. അതൊന്ന് പഠിച്ചാൽ എന്തായിരിക്കും അവർ പറയുക എന്നറിയാമല്ലോ. അവർക്കൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പറയാനും പറ്റുമല്ലോ, പറയുന്നും ഉണ്ടാവുമല്ലോ. ഞങ്ങളിതുപോലെ യൂത്തുമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. ഈ യൂത്തിന്റെ ഒരു പെർസെപ്ഷനിൽ ഒരുപാട് മാറ്റം, ആസ്പിറേഷൻസിലും പെർസെപ്ഷൻസിലും ഒക്കെ മാറ്റം. ഇപ്പൊ നമ്മളൊരു 20കളിലുള്ള ഒരു യൂത്തിന്റെ ഒരു പെർസെപ്ഷൻ ഒരുപാട് മാറ്റം ഫീൽ ചെയ്യാറുണ്ട്. ചെയ്തിട്ടുണ്ട് അങ്ങനെ യൂത്ത് ഉണ്ടല്ലോ. യൂത്ത് മാറിയെന്ന് പറയാൻ പറ്റില്ല. യൂത്ത് മാറിയെന്ന് പറഞ്ഞാൽ അവർ നിശബ്ദരായി. പഴയ യൂത്തൊക്കെ കുറേ കൂടെ വിപ്ലവവീര്യമുള്ള തെരുവിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇന്ന് അതല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഇതിനി മാറുമോ എന്നുള്ളൊരു സംശയം കൊണ്ടോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ അവരുടെ ഒരു കൊച്ചു ലോകത്തിലേക്ക്, ഒരു മൊബൈൽ ഫോണിൻ്റെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് ഒതുങ്ങി. യൂത്തിനെ ചലനം സൃഷ്ടിക്കുന്നവരായി ഇന്ന് കേരളത്തിൽ നിങ്ങളധികം കാണുന്നില്ല. ഉണ്ടോ? ഈ കോളേജ് യൂണിയനിലൊക്കെയുള്ള കുറച്ച്, അല്ലെങ്കിൽ കോളേജിലെ പൊളിറ്റിക്സിലൊക്കെ, യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സിലൊക്കെയുള്ള കുറച്ച് ചെറുപ്പക്കാർ പാർട്ടികളുടെ സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന ആളുകളല്ലാതെ പൊതുസമൂഹത്തിൽ അങ്ങനെ അങ്ങ് ഇറങ്ങുന്നില്ല. പഴയ പോലെ പ്രകൃതി സ്നേഹത്തിന് വേണ്ടിയിട്ട് പണ്ട് ഈ പറഞ്ഞ സൈലൻറ്റ് വാലി ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തെരുവിൽ യുവാക്കളുണ്ടായിരുന്നു. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥകളിലൊക്കെ യുവ തരംഗമായിരുന്നു അല്ലേ? ഓരോ ഗ്രാമങ്ങളിലൂടെയും അവർ ജാഥകൾ നടത്തുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരെ ഇന്ന് ആൾ കിട്ടാതായി. അങ്ങനെ ഇല്ല. ഇപ്പോഴും ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഈയിടെ ജാഥ നടക്കുന്ന കണ്ട മുഴുവൻ 60 വയസ്സിന് മുകളിലുള്ളവരാ. ഒറ്റ ചെറുപ്പക്കാരനെ ആ കൂടെ കാണാനില്ല. അതെ, അതായിരിക്കാം. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അവരുടെയൊക്കെ സ്വപ്നം വേറെ എവിടെയോ പോയി കുരുങ്ങി കിടക്കുന്നുണ്ട്. അവർ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് പോകണമെന്ന്. ഇവിടെ കിടന്ന് അധികം വെച്ചിട്ട് വലിയ കാര്യമില്ല എന്നും എന്തിനാ വെറുതെ വെറുപ്പിക്കുന്നതെന്നും ചിന്തിച്ചിട്ടായിരിക്കാം. ഏത് അല്ല, പ്രാക്ടിക്കൽ ആയല്ലേ പറ്റൂ. പക്ഷെ അത് ഇവിടെ പ്രാക്ടിക്കലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് വേറൊരു വിഭാഗത്തിൻ്റെ, ഞാൻ പറയല്ലോ, സമൂഹത്തിലെ പല ലെയറുകളാണ്. അതിൽ ലീഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇത്. ഞാൻ ഈ പറഞ്ഞതിൽ ചില ഘട്ടങ്ങൾ പ്രവർത്തിക്കേണ്ടത് അവർ തീരുമാനിക്കണം. ഈ ഒഴുകിപ്പോകുന്നവരോടല്ല അത് നമ്മൾ മാറ്റാൻ പറയേണ്ടത്. ലീഡർഷിപ്പാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭാവി നിശ്ചയിക്കാൻ കഴിവുള്ള ആളുകൾ, സംരംഭകർ, രാഷ്ട്രീയ നേതൃത്വം, ഉദ്യോഗസ്ഥ നേതൃത്വം, ഇവരൊക്കെ കൂടെ ചേർന്ന് തീരുമാനങ്ങൾ എടുത്തെങ്കിലേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒരു 20 വർഷം കഴിഞ്ഞുള്ള കേരളത്തെ എങ്ങനെ കാണുന്നത്? എന്തായിരിക്കാം ഈ പോക്കാണെങ്കിൽ? മാറിക്കൂടായിക്കൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ യൂറോപ്പിനെ ബാധിക്കുന്ന വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നിരിക്കട്ടെ, പാശ്ചാത്യ നാടുകളിൽ വലിയൊരു വറുതി ഉണ്ടായിരുന്നിരിക്കട്ടെ, ഒരു ക്രാക്ക് ഡൗൺ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഈ പോയവരെല്ലാം തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരില്ലേ? ചരിത്രത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചരിത്രം എപ്പോൾ വേണേലും കീഴ്മേൽ മറിയാം, ഇല്ലേ? യൂറോപ്പ്, അമേരിക്ക ഒക്കെ എക്കാലവും യൂറോപ്പ് അമേരിക്ക ആയിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്തെല്ലാം പ്രശ്നങ്ങളിൽ അവർ നേരിടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ ഫ്ലറിഷിങ്ങുമായത് ഇന്ത്യ ആയിക്കൂടെ? ഈ പോയ യുവാക്കളെല്ലാം തിരിച്ചു ഒഴുകുന്ന ഒരു കാലം ഉണ്ടായിക്കൂടെ? അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുകയില്ല. എന്നാൽ അവൻ്റെ തകർച്ചയാവരുത് നമ്മുടെ പ്രതീക്ഷ. അമേരിക്ക തകരും, എന്നിട്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നാവരുത് നമ്മുടെ ഭരണ നേതൃത്വത്തിൻ്റെ മികവ്. ട്രാവൽ ചെയ്ത കൺട്രീസിൽ ഏറ്റവും അൺഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട്? ഏതെങ്കിലും രാജ്യത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ ആൾക്കാർ ഫ്രണ്ട്ലി അല്ല, ടൂറിസം ഫ്രണ്ട്ലി അല്ല. അങ്ങനെ ഉള്ള ചില രാജ്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം എല്ലാം അങ്ങനെ മാറി. കാരണം ടൂറിസം എവിടെയുണ്ടോ അവിടെ ആ അധികാരികളും അവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സും ആ സമൂഹത്തെയും അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ആഫ്രിക്കയിലെ ഒരു താൻസാനിയയിലെ ഒരു ഗോത്ര ഗ്രാമത്തിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അവർ നമ്മളെ സ്വീകരിക്കാൻ പ്രിപ്പയർഡാണ്. അവർ കാത്തായിരിക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ ഒരു $20 കിട്ടുമെന്ന് അവനറിയാം. അപ്പോൾ അവൻ ഏറ്റവും വെൽ ബിഹേവ്ഡാണ്. അപ്പോൾ അവരെയും കൂടെ ടൂറിസത്തിൻ്റെ ഭാഗമാക്കുന്നതുകൊണ്ടുള്ള ഗുണം അത്.
മനസ്സിലായില്ലേ? നമുക്ക് ഗോത്രഗ്രാമത്തിൽ ചെല്ലാം, മസായികളുടെ ഗോത്രഗ്രാമത്തിൽ ചെല്ലാം, അവരവരുടെ പെർഫോമൻസ് നടത്തും, ഡാൻസ് കളിക്കും, അവർ പശുവിനെ അല്ലെങ്കിൽ കെട്ടുന്ന അവരുടെ പശുക്കളെ ബോമ എന്നാട്ടോ അതിന് പറയുന്നത്, അതിനകത്ത് നമ്മളെ കൊണ്ടു നടക്കും, അവരുടെ കുടിലിനകത്ത് കയറ്റും, എല്ലാം കാണിച്ചു തരും, വിശദമാക്കി തരും. അവർ വളരെ ഫ്രണ്ട്ലിയാണ്. അതിൻ്റെ കാര്യം അവർക്കത് കഴിയുമ്പോൾ നമ്മൾ പൈസ കൊടുക്കും. അത് അവിടെ അങ്ങോട്ട് ടൂർ കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇവരുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഗ്രാമങ്ങളൊക്കെ ആയിട്ട്. ആ ഗോത്രമൂപ്പന് പൈസ കൊടുത്തു കഴിയുമ്പോൾ ഇതെല്ലാം ചെയ്തു തരും. അപ്പോൾ ഇതെല്ലാം ഇന്ന് ടൂറിസത്തെ ഉപയോഗിക്കാൻ ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞു. അല്ലാതെ അജ്ഞരായ ആളുകളല്ല ഇവരൊന്നും. ഇപ്പോൾ ഒരു പരിധിവരെ ടൂറിസത്തെ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സമൂഹമായിട്ട് ഇപ്പോഴും നമ്മളാണ് ജീവിക്കുന്നത്. നമ്മുടെ ഗ്രാമങ്ങൾക്കൊന്നും ഈ ടൂറിസ്റ്റിലൂടെ എങ്ങനെ കാശുണ്ടാക്കണമെന്ന് ഇപ്പോഴും അറിയില്ലല്ലോ. അവരെ അതിന് എക്യുപ്ഡ് ആക്കിയിട്ട്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഗ്രാമങ്ങളിലേക്ക് ടൂറിസം വരണം. നമ്മുടെ യഥാർത്ഥ ജീവിതം ഗ്രാമങ്ങളിലല്ലേ. അതാണ് ഈ പറഞ്ഞ പാശ്ചാത്യർക്ക് കാണേണ്ടത്. നമ്മൾ കരുതുന്നത് പോലെ ഒരു ബന്ധവും ഇല്ല നമ്മുടെ ഗ്രാമങ്ങളിലെ ജീവിതവും യൂറോപ്പിലെ ഒരു ജീവിതമായിട്ട്. അപ്പോൾ ഇത് എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ മസായിമാരെ ചെന്നാൽ ആഫ്രിക്കൻ ഗോത്രഗ്രാമം കാണാൻ പോകുന്നത്, എന്നാൽ മസായിക്ക് അറിയില്ലല്ലോ അത് വലിയ അത്ഭുതമാണെന്ന്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ അത്ഭുതം അറിയാതെ ജീവിക്കുന്നത്. നമുക്കതൊരു അത്ഭുതമാണെന്ന് നമുക്കല്ലേ അറിയൂ. ഇപ്പം മസായിക്ക് മനസ്സിലായി തുടങ്ങി ഇത് കാണാൻ ഇവന്മാരൊക്കെ ഇവിടെ വരുന്നതെന്ന്. താങ്കൾക്കെതിരെയുള്ള ഒരു ക്രിറ്റിസിസം പൊതുവെ കേട്ടിട്ടുള്ളത്, ഈ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ പോയിട്ട് അവിടെ നിന്ന് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ നോക്കിക്കൊണ്ട് ഒരു കമ്പാരിസൺ വരിക, അവിടുത്തെ സിവിക് സെൻസിനെ പറ്റി പറയാം, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി പറയാം, എന്നിട്ട് കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ കമ്പയർ ചെയ്യുക. ഇത് എത്രമാത്രം ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു നമ്മൾ മൂന്നാം ലോക രാജ്യം എന്ന റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ഈ കമ്പാരിസൺസിനെ കാണുമ്പോൾ എങ്ങനെയാണ് അതിനെ ജസ്റ്റിഫൈ? അല്ല, അത് ഇപ്പോൾ ഇത്രയുള്ളതിൻ്റെ സിമ്പിൾ കാര്യം. ഇപ്പം നമ്മൾ യൂറോപ്പിൽ അല്ലെ വെസ്റ്റേൺ രാജ്യത്ത്, എനിക്കങ്ങനെ വെസ്റ്റ് ഈസ്റ്റ് എന്ന് വ്യത്യാസമൊന്നുമില്ല. ഇപ്പം ജപ്പാനിൽ പോയി നിന്നിട്ട് നമുക്ക് വേണേൽ അത് ചെയ്യാം, ഞാൻ റെഡിയാണ്. പ്രശ്നം ഇതാണ്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ഈ ക്യാമറയും ഈ ഫോട്ടോഗ്രാഫി ടെക്നിക്കുകൾ എവിടെ നിന്ന് വന്നതാ? ആണോ? നിങ്ങളുടെ ഈ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. ആദ്യം ലോകത്ത് മൊബൈൽ ഫോൺ എവിടെയാണ് ഇറങ്ങിയത്? നിങ്ങൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അത് എവിടെ നിന്നാണ് വന്നത്? ഈ വൈദ്യുതി എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ ആശയം കിട്ടിയത്? എയർ കണ്ടീഷണർ ആരാണ് ആദ്യം കണ്ടുപിടിച്ചതും കൊണ്ടുവരികയും ചെയ്തത്? നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് അവരെ ആശ്രയിക്കാം, അവിടെ നിന്ന് കോപ്പി അടിക്കാമെങ്കിൽ ദൈനംദിന ജീവിതത്തിലും കോപ്പി അടിച്ച് ആ സിസ്റ്റത്തിൽ പോകുന്നത് എന്താ തെറ്റ്? അതിങ്ങനെ കുറച്ചിലാവുന്നത്? ഞാൻ ചോദിക്കട്ടെ, വിമാന ടെക്നോളജി നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് നടത്തി കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ ആശയപരമായിട്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. മെഡിസിൻ, ആയുർവേദം. പക്ഷേ അത് ഇന്ന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ നിങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോകുമോ മോഡേൺ മെഡിസിന് പോകുമോ? പെട്ടെന്ന് കൈ ഒടിഞ്ഞാൽ. പണ്ടൊക്കെ എൻ്റെ ബാല്യകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു നാട്ടുവൈദ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്താണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ക്വിക്കായിട്ട് കാര്യങ്ങൾ സയൻസിനെയും ടെക്നോളജി ആശ്രയിക്കാൻ തുടങ്ങി, ശാസ്ത്രീയമായ ജീവിതത്തെ ആശ്രയിക്കാൻ തുടങ്ങി. മാലിന്യ നിർമ്മാർജ്ജനം മുതൽ മനുഷ്യൻ ഓരോ ദിവസവും നേരിടുന്ന ഓരോ പ്രശ്നത്തിനും അവിടെ സൊല്യൂഷൻ അവർ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ പിന്നെ അവരെ മാതൃകയാക്കണം എന്നല്ല, പിന്നെ ഞാൻ ആരെ മാതൃകയാക്കണമെന്ന് പറയും? നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവിടുന്ന് കോപ്പി അടിച്ചതാണെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ സൊല്യൂഷൻ ഉണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ അത് ഇന്ത്യക്കാരെ പരിഹസിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ പരിഹസിക്കുന്നതല്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ അതിന് സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ? അതെങ്ങനെയാണ് തെറ്റാവുന്നത്? താങ്കളുടെ ഇതൊരു പോസിറ്റീവ് ക്രിറ്റിസിസം ആണ്. ഇപ്പൊ ഈ എക്സ്പ്ലനേഷൻ അതാണ്. പക്ഷെ ഇത് കാണുന്നവരാണ് അങ്ങനെ ആവണം എന്നില്ല അതിനെ എടുക്കുന്നത്. അത് കുറച്ചുകൂടെ പ്രായമാവുകയും കുറച്ചുകൂടെ ലോക വിവരം ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് വളരും. കാരണം ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരാൾക്ക് അത് തോന്നാത്തത് ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ലാത്തത് കൊണ്ടാണ്, ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റാറില്ല. ഇപ്പോൾ ഒരു ടെലിവിഷൻ പരിപാടിയുടെ ഭാഗമായിട്ട് പറയുമ്പോൾ ഇത്രയും വിശദീകരണം കൂടെ പുറകെ പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഇതാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരവുണ്ട്. ഇത് ഞാൻ ഈ പറഞ്ഞ സാധനം കൺവിൻസിങ് ആണല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിപ്പോൾ എൻ്റെ ഇന്ത്യൻ യാത്രകളുണ്ട്, നോക്കൂ. സഞ്ചാരത്തിൻ്റെ ഏതാണ്ട് ഒരു 1/3 ഞാൻ ഇന്ത്യൻ യാത്രകളാണ് കാണിച്ചിരിക്കുന്നത്. ഹിമാലയ യാത്രകൾ, ഇന്ത്യയിലെ ഏതാണ്ട് 17 സ്റ്റേറ്റുകൾ ഞാൻ സഞ്ചാരത്തിൽ കവർ ചെയ്ത് കഴിഞ്ഞു. അതിനകത്തൊക്കെ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ അത്ഭുതങ്ങളെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ മധ്യപ്രദേശിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഇൻഡോർ സിറ്റിയുടെ വൃത്തി, അല്ലെങ്കിൽ അവിടെ ചപ്പൻ തൂക്കാൻ എന്ന് പറയുന്ന ഫുഡ് സ്ട്രീറ്റ്, ഇങ്ങനെ ഓരോന്നും ഞാൻ എടുത്ത് ഹൈലൈറ്റ് കാണിക്കുന്നുണ്ട്. അവിടുത്തെ നേട്ടം, മഹത്വം, പുരാതനമായ ഇന്ത്യയുടെ അവശേഷിപ്പുകൾ, അതിൻ്റെ മഹത്വം, ഇതെല്ലാമാണ് ആ എപ്പിസോഡുകൾ. കണ്ടു നോക്കൂ. അതിനകത്ത് ഒരിടത്തും ഞാൻ ഇന്ത്യയെ വിമർശിച്ച ഒരു ദൃശ്യം അതിനകത്ത് നിങ്ങൾ കാണില്ല. ഞാൻ അവിടെ വിമർശിക്കാൻ പോകുന്നതല്ലത്. അവിടെ ഞാൻ ഇന്ത്യയുടെ വലിപ്പം എന്താണെന്ന് കാണിക്കാൻ പോകുന്ന സഞ്ചാരത്തിൽ അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനം പോലുള്ള പ്രശ്നം വരുമ്പോൾ വിമർശിക്കണ്ടേ, പരിഹസിക്കണ്ടേ?
ഞാൻ വേറെ ഏതെങ്കിലും കാര്യം ജെനുവിനായ ഒരു കാര്യത്തെ ഞാൻ ഒരിക്കലും പരിഹസിക്കാറില്ല. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു നാടിനെയോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു സമൂഹത്തെയോ ഞാൻ ഒരിക്കലും അധിക്ഷേപിക്കാറില്ല. നമ്മൾ സമൂഹം എന്ന നിലയിൽ കാണിക്കുന്ന മണ്ടത്തരങ്ങളെ നമ്മൾ വിമർശിക്കണം. ഏറ്റവും പ്രധാനം വൃത്തിയെയും മാലിന്യ സംസ്കരണത്തെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ കേട്ടു നോക്കിക്കോളൂ. സിവിക് സെൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ സിവിക് സെൻസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു നഗരത്തിൽ അല്ലെങ്കിൽ ഒരു ബസ് കാത്ത് നിൽക്കുമ്പോൾ, ഒരു ട്രെയിൻ കാത്ത് നിൽക്കുമ്പോൾ ക്യൂ നിൽക്കുന്ന ഒരു സംസ്കാരം പോലും ഇപ്പോഴും ആയിട്ടില്ലെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? ഇത്രയും വിദ്യാഭ്യാസം കൊടുത്ത് 20 വർഷം പഠിപ്പിച്ചിട്ടാണ് കുട്ടികളെ ഓരോരുത്തരും നമ്മൾ പുറത്തേക്ക് വിടുന്നത് അല്ലേ? യൂറോപ്യൻ നാടുകളിലും 20 വർഷമൊക്കെയാണ് ഒരു ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ വരെ കുട്ടികൾ പഠിക്കുന്നത്. ഈ പഠിച്ചിട്ട് ഇറങ്ങുന്നവനിൽ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സിവിക് സെൻസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇവിടെ എങ്ങനെയാണ് അതില്ലാതെ പോകുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കണം. അതുകൊണ്ടൊന്നും അല്ലെന്നേ ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും അങ്ങനത്തെ ആൾക്കാരല്ലല്ലോ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും നമ്മുടെ സമൂഹത്തിൽ പൂർവികരായെന്ന് ചിന്തിച്ച് നോക്കി. ഇന്നത്തെ മോഡേൺ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തവരും സമൂഹത്തിൻ്റെ ചിട്ടകളനുസരിച്ചും മാന്യമായിട്ടും നല്ല മനുഷ്യരെ പോലെ വളർന്ന ചിന്തയോടുകൂടിയൊക്കെ ജീവിച്ച ആൾക്കാരല്ലേ നമ്മൾ. അപ്പം നമ്മുടെ കുട്ടികളെ, ഒരു കൊച്ചു കുട്ടിയെ നേഴ്സറി കൊണ്ടുപോയി പഠിപ്പിക്കുമ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കുന്നതിനപ്പുറം കുറേ കാര്യങ്ങൾ പഠിപ്പിക്കണം. നേഴ്സറി സ്കൂളുകളിൽ പഠിക്കേണ്ട ചില ചിട്ടകളുണ്ട്. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള വേറൊരു ലോജിക്ക് പറയാം. അത് ഒരു കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു വേറൊരു അർത്ഥത്തിൽ കാണരുത്. മതവിദ്യാഭ്യാസം നടക്കുമ്പോൾ ഏറ്റവും ബാല്യത്തിൽ പഠിക്കുന്ന മതത്തിൻ്റെ വിശ്വാസങ്ങളും മരിക്കുന്നിടം വരെ മനുഷ്യൻ ഒരു ഇഞ്ച് മാറാതെ പാലിക്കുന്ന സമൂഹങ്ങളില്ലേ ഈ ലോകത്ത്? പല മതങ്ങളിലും അങ്ങനെയല്ലേ? അപ്പോൾ ഏറ്റവും ബാല്യത്തിൽ അത് തലയ്ക്കകത്തോട്ട് കയറി എന്നതുകൊണ്ടല്ലേ അത് ഏത് സ്റ്റേജിലെത്തിക്കഴിയുമ്പോഴും അതിൽ നിന്ന് ഒരണുവിടെ ചലിക്കാതെ അത് പുലർത്തിക്കൊണ്ട് പോകാൻ ആളുകളെ പര്യാപ്തമാക്കുന്നത്. ഇതേപോലെ സമൂഹത്തിൻ്റെ നിയമങ്ങളും പഠിപ്പിച്ചുകൂടെ നമുക്ക് കുട്ടികളെ? അതേ മട്ടിൽ തന്നെ പൗരബോധം നമുക്ക് പഠിപ്പിച്ചുകൂടെ കുട്ടികളെ? മതവിദ്യാഭ്യാസം മാത്രമേ ഇത്ര ചെറുപ്പത്തിൽ തലയ്ക്കകത്ത് കയറുന്നില്ലല്ലോ. പൗരബോധം ആ മട്ടിൽ തന്നെ കയറില്ലേ? അതിനാര് എഫേർട്ട് എടുക്കുന്നുണ്ട്? നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരെന്ന് പറയുന്ന പലരും എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ലോകത്തിരുന്നുകൊണ്ട് എല്ലാത്തിനെയും കാണുകയും ലോകം എങ്ങനെ അതിനെ നടപ്പാക്കുന്നതെന്ന് പലപ്പോഴും പഠിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരൊന്നും മോശക്കാരായതുകൊണ്ടല്ല, രാഷ്ട്രീയമായ പല കെട്ടുപാടുകളും അവർക്കുണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ അവർ റെസ്ട്രിക്റ്റഡ് ആവുന്നുണ്ടാവാം. സൊസൈറ്റി എങ്ങനെ ഉണ്ടാവും? വിദ്യാഭ്യാസത്തിലൂടെയല്ലേ ഇത് വരുന്നത്. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുമ്പോഴല്ലേ സൊസൈറ്റിക്കും അതിനുള്ള ആശയം ഉണ്ടാകുന്നത്. സൊസൈറ്റിയിൽ ഇപ്പോൾ ലോകം അല്ലെങ്കിൽ ഒരു ടെക്നോളജി കാണാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു ജീവിതചര്യയെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുക? ഇപ്പം ആധുനിക സമൂഹത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ, നമ്മുടെ പൂർവികർക്ക് നമ്മളെ പഠിപ്പിക്കാൻ കഴിയുമായിരുന്നു സോഷ്യൽ മീഡിയയിൽ എന്ത് മര്യാദ പാലിക്കണമെന്ന്. കാരണം അവർ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സങ്കല്പം ഇല്ല അവർക്ക്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മനുഷ്യരെ വ്രണപ്പെടുത്താതെ നമ്മൾ പെരുമാറണമെന്ന് ഇന്നത്തെ കാലത്ത് പഠിപ്പിക്കേണ്ടതല്ലേ സത്യത്തിൽ? മതപരമായും രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും അന്യനെ വേദനിപ്പിക്കാതെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് എവിടെയെങ്കിലും പഠിപ്പിക്കുന്നതായിട്ട് ഇതേവരെ കേട്ടിട്ടുണ്ടോ? പഠിപ്പിക്കേണ്ടതല്ലേ? സോഷ്യൽ മീഡിയ അല്ലേ ഇന്നൊരു മനുഷ്യനെ ഏറ്റവും വേണമെങ്കിൽ ആത്മഹത്യ വരെ ചെയ്യിക്കാൻ പ്രാപ്തമല്ലേ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലൂടെ സ്വന്തം സമൂഹത്തിന്, സ്വന്തം ബന്ധുക്കൾക്ക്, സ്വന്തം സുഹൃത്തുക്കളെന്ന് കരുതുന്നവർക്ക് വേണമെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ അതിനൊരു ട്രെയിനിങ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ടതല്ലേ? ഡ്രൈവിങ് ഇനിയുള്ള കാലത്ത് നമുക്ക് ഉറപ്പല്ലേ നമ്മുടെ കുട്ടികൾ ഒരാളും വണ്ടി മേടിക്കാത്ത ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികളും ഡിഗ്രി കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി ആകുന്നതോടുകൂടി ആദ്യം വാങ്ങുന്നത് ലോൺ എടുത്തിട്ടാണെങ്കിലും ഒരു വണ്ടിയായിരിക്കും, ഒരു കാറായിരിക്കും. അങ്ങനെയെങ്കിൽ ഹയർ സെക്കൻഡറി മുതലെങ്കിലും റോഡ് നിയമങ്ങളും റോഡിലെ ചിട്ടകളും മര്യാദകളും പഠിപ്പിക്കേണ്ടതല്ലേ നിർബന്ധപൂർവ്വം? ആദ്യം ഈ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസ് മേടിക്കാൻ പഠിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരൻ പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ എന്ന് ആര് തീരുമാനിച്ചു? അതോ സിലബസിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു പ്രധാന കാര്യമാണോ ഡ്രൈവിംഗ്, റോഡിലെ നിയമങ്ങൾ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് റിസ്കിയായ ഒരു അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന റോഡിലല്ലേ ഒരാൾ. അത് പഠിപ്പിക്കേണ്ടതല്ലേ സിലബസിൻ്റെ ഭാഗമായിട്ട്? അതിന് സമൂഹത്തിന് പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ റോഡിലെ മര്യാദകൾ, റോഡിൽ എവിടെയൊക്കെ ഹോണടിക്കാം, എവിടെയൊക്കെ വേസ്റ്റ് വലിച്ചെറിയാം, എവിടെയൊക്കെ സൈഡ് കൊടുക്കണം, എവിടെയൊക്കെ ഓവർടേക്ക് ചെയ്യാം, എവിടെയൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, റോഡിലെ ഓരോ വരയുടെയും അർത്ഥം എന്ത്, ഇതൊക്കെ ആര് പഠിപ്പിക്കും? പിന്നെ